ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ലൈസൻസ് ഉണ്ടായിട്ടും സ്കൂട്ടർ നന്നായിട്ട് ഓടിക്കാൻ അറിഞ്ഞിട്ടും ഡ്രൈവിംഗ് സ്കൂളിൽ പോയി പഠിച്ചിട്ടും ഓടിക്കാനുള്ള പേടി കൊണ്ട് ഭയം കൊണ്ട് മാത്രം ഓടിക്കാതെ മാറ്റി വച്ചിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഒരു സ്കൂട്ടറുണ്ട്. ഇത് ഇലക്ട്രിക് സ്കൂട്ടറാണ്. ലോ സ്പീഡ് ഇലക്ട്രിക് സ്കൂട്ടറാണ്. ലൈസൻസ് വേണ്ടാത്ത സ്കൂട്ടറാണ്. അപ്പോൾ ഈ സ്കൂട്ടർ ഞാൻ ഡ്രൈവിംഗ് സ്കൂളിൽ പോയി പഠിച്ചിട്ടില്ലാത്തത് കൊണ്ടും ഡ്രൈവിംഗ് അറിയാത്തത് കൊണ്ടും ലൈസൻസ് വേണ്ടാത്തത് കൊണ്ടും സെലക്ട് ചെയ്ത് എനിക്ക് വേണ്ടി പ്രത്യേകമായിട്ട് തിരഞ്ഞു പിടിച്ചല്ല, നോക്കിയും കണ്ടും അങ്ങനെ എനിക്ക് എൻ്റെ ചേട്ടൻ ഗിഫ്റ്റ് ചെയ്ത സ്കൂട്ടറാണ് കേട്ടോ. അപ്പം ഞാൻ വളരെ ഹാപ്പിയാണ്. എൻ്റെ ഈ സ്കൂട്ടർ കൊണ്ട് സ്കൂട്ടർ കിട്ടിയതിൽ പിന്നെ എനിക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ ബസ് കാത്ത് നിൽക്കേണ്ട ആവശ്യമില്ല. നമുക്കൊരു കടയിൽ പോകണമെങ്കിൽ, നമുക്കൊരു അമ്പലത്തിൽ പോകണമെങ്കിൽ, നമുക്കൊരു ഹോസ്പിറ്റലിൽ പോകണമെങ്കിലൊക്കെ ഈ സ്കൂട്ടർ കൊണ്ട് നമുക്ക് പോവാം. അപ്പോൾ എൻ്റെ അത്യാവശ്യം എല്ലാ കാര്യങ്ങൾക്കും ഇത് നല്ലൊരു സഹായിയാണ് എൻ്റെ സ്കൂട്ടർ. അപ്പോൾ എൻ്റെ സ്കൂട്ടറിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ ഉൾപ്പെടുത്താം. അപ്പോൾ എന്തായാലും ഇന്ന് ഞാൻ പറയാൻ വരുന്നത്, നമുക്ക് ഈ ഒരു പേടി കൊണ്ടാണ് നമ്മൾക്ക് സ്കൂട്ടർ ഓടിക്കാൻ അറിഞ്ഞിട്ടും മിക്ക ആളുകളും സ്കൂട്ടർ ഓടിക്കാൻ അറിഞ്ഞിട്ടും സ്കൂട്ടർ എടുക്കാതെ പേടി കൊണ്ട് മാറ്റി വയ്ക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, തീർച്ചയായിട്ടും നമ്മളെപ്പോലെ തന്നെയാണ് ഈ റോട്ടിൽ സ്കൂട്ടർ ഓടിച്ചുകൊണ്ട് പോകുന്ന 90% ആളുകളും ഒന്നും അറിയാതെ ഇരുന്ന് പഠിച്ചതിന് ശേഷമാണ് ഇത്ര കോൺഫിഡൻ്റ് ആയിട്ട് ഓടിക്കുന്നത്. പിന്നെ ഇന്ന് വേറൊരു കാര്യം കൂടെ പറയാനുള്ളത്, നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ എത്ര എക്സ്പേർട്ട് ആണെങ്കിലും പ്രത്യേകിച്ച് ലേഡീസ് വണ്ടി ഓടിക്കുന്ന സമയത്ത് കുറച്ച് വേഗത കുറച്ചും ശ്രദ്ധയോടും കൂടി ഓടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏത് സ്ഥലത്തേക്ക് നമ്മുടെ സ്കൂട്ടർ കൊണ്ടുപോകാവുന്നതാണ്. അമിതമായിട്ടുള്ള വേഗതയും ശ്രദ്ധയില്ലായ്മയും ഒക്കെയാണ് അപകടങ്ങൾ ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മൾ എത്ര ശ്രദ്ധിച്ചു പോയാലും ഓപ്പോസിറ്റ് വരുന്ന ആളുകളുടെ ഭാഗത്തു നിന്നുള്ള സമീപനങ്ങൾ പലപ്പോഴും അപകടങ്ങൾ ഉണ്ടാക്കാം. പക്ഷെ നമ്മുടെ ശ്രദ്ധയും വേഗതക്കുറവും പല അപകടങ്ങളും കുറയ്ക്കും എന്നുള്ളതാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ള എക്സ്പീരിയൻസ്. എൻ്റെ ഈ സ്കൂട്ടർ ലോ സ്പീഡ് ആയതുകൊണ്ട് തന്നെ 25 കിലോമീറ്ററാണ് മാക്സിമം ഇതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത്. പക്ഷെ ഞാൻ ഫുൾ സ്പീഡിൽ ആ സ്പീഡിൽ ഞാൻ പോകാറുണ്ട്. പക്ഷെ എന്നാലും ഞാൻ വളരെ ശ്രദ്ധയോടു കൂടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പേടിയുള്ള ആളുകൾ, സ്കൂട്ടർ ഓടിക്കാൻ അറിഞ്ഞിട്ട് ഓടിക്കാത്ത ആളുകളോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഈ പറഞ്ഞ ലേഡീസ് പൈലറ്റുമാരുണ്ട്, ട്രെയിൻ ഓടിക്കുന്നവരുണ്ട്. അപ്പോൾ അവരെക്കുറിച്ചൊക്കെ നമ്മൾ പേടിച്ചിരിക്കുമ്പോൾ നമ്മളെപ്പോലുള്ള മറ്റ് ആളുകൾ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക. അങ്ങനെ ചിന്തിക്കുമ്പോൾ കിട്ടുന്ന ഒരു എനർജി എന്ന് പറയുന്നത് ഭയങ്കരമായിരിക്കും. ഒന്നും അറിയാതിരുന്ന് എനിക്ക് ഈ സ്കൂട്ടർ കിട്ടിയപ്പോൾ ഞാൻ സ്വയം പഠിച്ചതാണ്. അല്ലാതെ എന്നെ ഒരാൾ ഈ സ്കൂട്ടറിൽ ഇരുത്തി എന്നെ പഠിപ്പിച്ചെടുത്തതല്ല. ഞാൻ കുറേശ്ശെ വീടിൻ്റെ മുറ്റത്ത് തന്നെ പതിയെ ഓടിച്ചും യൂട്യൂബ് വീഡിയോസ് കണ്ട് അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയുമാണ് ഞാനിത് പഠിച്ചത്. പിന്നെ ഇത് ആക്സിലേറ്റർ എത്ര തിരിച്ചാലും ഇതിൻ്റെ വേഗത കുറവായതുകൊണ്ട് എനിക്ക് ആ ഒരു കോൺഫിഡൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ അതേ രീതിയിൽ നിങ്ങൾ വീട്ടിൽ പതിയെ ഓടിക്കാൻ പഠിച്ചവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഇത്. ഓൾറെഡി ലൈസൻസ് ഉള്ളവരും പേടി കൊണ്ട് എടുക്കാത്തവർക്കും വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ മറ്റുള്ളവർക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മൾക്കും തീർച്ചയായിട്ടും ഓടിക്കാനായിട്ട് പറ്റും. നമ്മൾ വീണ്ടും എനിക്ക് പറയാനുള്ളത്, നമ്മളുടെ ശ്രദ്ധയും അതുപോലെ തന്നെ വേഗത കുറച്ചും നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ വഴി നമ്മൾ ക്ലിയറായിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പേടിക്കേണ്ട കാര്യമേ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ നമ്മളെപ്പോലുള്ള ഒരുപാട് പേര് ഒരുപാട് അച്ചീവ്മെൻറ്റ്സ്, ഇപ്പോൾ ലേഡീസ്, നമ്മൾ സ്കൂട്ടർ ഓടിക്കാൻ പഠിക്കുന്ന സമയത്ത് ബസ് ഓടിക്കുന്നവരും ലോറി ഓടിക്കുന്നവരും ട്രെയിൻ ഓടിക്കുന്നവരും പൈലറ്റുമാരും ഒക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു ചിന്ത നമ്മളിൽ ഉണ്ടാവുമ്പോൾ നമ്മൾ 100% നമ്മൾ ഷുവറായിട്ട് നമുക്ക് ആ ഒരു ധൈര്യം കിട്ടും. നമുക്ക് ഓടിക്കാൻ പറ്റുമെന്നുള്ള ആ ധൈര്യമാണ് എന്നെ ഒന്നും അറിയാതിരുന്ന ഞാൻ സ്കൂട്ടറും കൊണ്ട് റോട്ടിലോട്ട് ഇറങ്ങിയ സമയത്ത് നമ്മൾ സ്കൂട്ടറും കൊണ്ട് പോകുമ്പോൾ കുറേ പേര് നമ്മളെ നോക്കും, കുറേ പേര് ചിരിക്കും.
അങ്ങനെയൊക്കെ കുറേ പേര് നോക്കിയിട്ടുണ്ട്, കളിയാക്കിയിട്ടുണ്ട്, ചിരിച്ചിട്ടുണ്ട്, പേടിയോടെ നോക്കിയിട്ടുണ്ട്, ഇതെന്താ ഇങ്ങനെ ഓടിക്കണേന്ന് നോക്കിയിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഓടിച്ച് ഇന്ന് ഞാൻ സ്കൂട്ടർ അത്യാവശ്യം നല്ല രീതിയിൽ ഓടിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ എൻ്റെ സ്കൂട്ടറിൻ്റെ വിശേഷങ്ങളും ഈ സ്കൂട്ടറിൻ്റെ പിന്നിലുള്ള കഥയൊക്കെ ഞാൻ നിങ്ങളോട് നെക്സ്റ്റ് വീഡിയോയിൽ പങ്കുവയ്ക്കാം. അപ്പോൾ ഈ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഏതെങ്കിലും ആളുകൾ ഓടിക്കാൻ അറിയാം, പക്ഷെ ഒരു പേടിയാണ്. അയ്യോ സ്കൂട്ടറും കൊണ്ട് എങ്ങനെ ഇറങ്ങും, എനിക്ക് പുറത്തോട്ട് ഇറങ്ങാൻ പേടിയാണ്, ചിലപ്പോൾ ആക്സിഡൻ്റ് ആയാലോ, ചിലപ്പോൾ വീണാലോ, പരിക്ക് പറ്റിയാലോ എന്നൊക്കെ ചിന്തിച്ച് മടിച്ച് സ്കൂട്ടർ അവിടെ വച്ചിരിക്കുന്ന ആളുകൾക്ക് ആ സ്കൂട്ടർ തുരുമ്പെടുക്കാതെ അവർക്ക് ഇനിയും ഓടിക്കാം, കോൺഫിഡൻ്റ് ആയിട്ട് ഓടിക്കാം എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ ഇതിൻ്റെ ബാക്കി എൻ്റെ സ്കൂട്ടറിൻ്റെ വിശേഷങ്ങളും എൻ്റെ സ്കൂട്ടർ എൻ്റെ കയ്യിൽ കിട്ടാനുള്ള കാര്യങ്ങളും ഒക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഉൾപ്പെടുത്താം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.